യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 ദൈവകുഞ്ഞാടേ യേശുവേ 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 ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സർവ്വത്തിൽ എല്ലാവരും ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, ഹല്ലേലൂയ. ആമേൻ. കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയെ നോക്കി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ യേശുവേ ആരാധന. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി
തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ മാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ നിയോഗങ്ങളുടെ മേല്, അവർ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേല് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവസ്നേഹത്തോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു. വചനത്തിന്റെ നിറവ് നൽകണം. അടയാളങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജിറ്റു സണ്ണി. ഞാൻ ചെങ്ങന്നൂരിലെ തിരുവമണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 28 എനിക്ക് മുന്നമേ തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നെ ഇവിടെ വരുവാനായിട്ട് 2-3 പേര് വിളിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ വന്നില്ല. അതിനുശേഷം ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു തടുപ്പ് കണ്ടു. അപ്പോൾ അവൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനാണ് എൻ്റെ കൂടെ ഉള്ളത്. അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ ഒരു തടുപ്പ് പോലെ കാണുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഞരമ്പിൻ്റെ വല്ലതും ആയിരിക്കും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. 2 മാസം അവൻ അവിടെ നിന്നിട്ടും അവൻ ആ വേദന കുറഞ്ഞില്ല. അവൻ പിന്നെ നാട്ടിൽ വന്നു ഞാനൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാനൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ തരാം, അത് കഴിച്ചു കഴിഞ്ഞിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പസ്സോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൾച്ചർ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നു. പക്ഷേ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ഒരു പസ് പോലെ എന്തോ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുക്ക പോയില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് അന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞിരുന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനകളും ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. പക്ഷേ ഒരാഴ്ച വരെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഞാൻ അവന് പുരട്ടി കൊടുത്തില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ ആ വേദനയുള്ള സ്ഥലത്ത്, ആ തടുപ്പ് കണ്ട സ്ഥലത്ത് ഒരു പ്രാവശ്യം മാത്രം ഞാനത് പുരട്ടി കൊടുത്തുള്ളൂ. പിന്നീട് ഇതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഒരു വേദന ഇല്ലായിരുന്നു. ആ തടുപ്പും അവിടുന്ന് മാറിപ്പോയി. പിന്നെ ഇപ്പോൾ 1 വർഷം മേളിലായി ഇതുവരെ അവൻ അങ്ങനെ ഒരു വേദനയോ തടുപ്പോ ആ ഭാഗത്തുണ്ടായിട്ടില്ല.
പിന്നെ എൻ്റെ മകൾ, രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകൾ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം. അപ്പോൾ അവൾ 2 പ്രാവശ്യം എഴുതിയിട്ട് അവൾക്ക് OET കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു വിഷയവും പിന്നെ അവൾക്ക് ന്യൂസിലൻഡ് പോകാനൊരു വിസ കിട്ടണമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് അവൾ OET എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്കുക, നീ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ മോൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. മകൾ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു. അവളും ഞാൻ ഉടമ്പടി ചെയ്യുന്ന അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ഉപവാസം എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് അവളും വന്ന് ഉടമ്പടി എടുത്തിട്ടും അവൾ എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പം 1 മാർക്കിന് തോറ്റുപോയി. അപ്പം ഞാൻ ആദ്യം എനിക്കൊരു വിഷമമുണ്ടായി. എന്നിരുന്നാലും പിന്നെ ഞാൻ എൻ്റെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനും നന്മയ്ക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. 1 മാർക്കിനാണ് അവൾ തോറ്റുപോയത്. പക്ഷേ അന്ന് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി. കാരണം മാതാവ് 1 മാർക്ക് അവൾക്ക് കൊടുക്കാതിരുന്നതാണ്. കാരണം അവൾ ആ പരീക്ഷ പാസ്സായാൽ ഞാൻ 10-12 ലക്ഷം രൂപ മുടക്കി വേണം ഇവളെ ന്യൂസിലൻഡിന് വിടാൻ. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു വേക്കൻസി പോലും ഒരു ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് മാതാവ് അവളെ 1 മാർക്ക് കുറച്ച് കൊടുത്തതാണ്. എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ജോലിക്ക് അങ്ങ് കയറി. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ OET എഴുതിപ്പിച്ചില്ല. പക്ഷേ അവൾ ജോലിക്ക് കയറിയ ഹോസ്പിറ്റലിൽ ഇച്ചിരി വലിയ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. അവൾക്ക് പഠിക്കാനേ പറ്റത്തില്ല. കാരണം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഉടമ്പടി ഇവിടെ ഫെബ്രുവരി വന്ന് പുതുക്കിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു, നീ പഠിക്കുമൊന്നും വേണ്ട. ഒരു ദിവസം പോലും അവൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പഠിക്കുമൊന്നും വേണ്ട, നീ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യവും എല്ലാം കേൾക്കുക. എന്നിട്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് നീ പോയി പരീക്ഷ എഴുതി, നമുക്ക് എന്നാ കിട്ടുമെന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കിയതാണ്. നമുക്ക് എങ്ങനെ ആവുമെന്ന് അറിയാമെന്ന് വെച്ചു. അവൾ ഒരു ദിവസം പോലും അങ്ങനെ പഠിച്ചിട്ടില്ല. എന്തൊക്കെയോ ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. തലേദിവസം എന്നോട് പറഞ്ഞു, അമ്മേ നാളെ പോയി ഞാൻ എന്തോ എഴുതും, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ട, നീ ആ ബുക്ക് മടക്കി വെച്ചിട്ട് പോയി സാക്ഷ്യം കേട്ടിട്ട് നാളെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോക്കോ, നിന്നെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് അവൾ പിറ്റേ ദിവസം രാവിലെ ഒന്നും പഠിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ പോയ വഴിയെല്ലാം സാക്ഷ്യം കേട്ടും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, ഉപ്പ്, തൈലം എല്ലാം കഴിച്ചും കയ്യിലും എല്ലാം എടുത്ത് കാശുരൂപം എടുത്ത് എക്സാമിന് പോയിട്ട് അവളെല്ലാം വെട്ടും തിരുത്തും എല്ലാം ആയിരുന്നു. ആ പേപ്പർ അവിടെ മെറിറ്റ് കൊണ്ട് ഒന്നും അവളതിൽ എഴുതിയില്ല. സ്പീക്കിങ്ങിനാണെങ്കിൽ മുഴുവൻ ഹമ്മിങ്ങുമായിരുന്നു. എന്നിട്ടും അവിടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് അവൾക്ക് 3 ബിയും 1 C+ കിട്ടി. പക്ഷേ ഞങ്ങൾ ചുമ്മാ എഴുതിയതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം വിസിറ്റിംഗ് വിസയ്ക്ക് ന്യൂസിലൻഡിന് പ്രോസസ്സിങ്ങിന് ഇട്ടിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് ആ പായലോട്ട് തന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മാതാവേ മോക്ക് എത്രയും പെട്ടെന്ന് ഒരു വിസ ശരിയാക്കി തരണേന്ന്. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു മാർച്ച് 23 എന്നൊരു ഡേറ്റ് കാണിച്ചു. ഞാൻ രാവിലെ പിള്ളേരോട് പറഞ്ഞു, അമ്മ മോളെ മാർച്ച് 23 എന്നൊരു ഡേറ്റ് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേക്കിന് നിൻ്റെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. മാർച്ച് 23 പിറ്റേ ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഇവളിങ്ങനെ മേഘത്തിനകത്തൂടെ പറന്നു പോകുന്നത്. അത് ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ ഇന്ന് സ്വപ്നം കണ്ടു, നീ ഇങ്ങനെ മേഘത്തിനകത്തോട് പറന്നു പോകുന്നതായിട്ട് കണ്ടു, അതുകൊണ്ട് ഉറപ്പായിട്ടും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. 23-ാം തീയതി ആയപ്പം അന്നൊരു സൺഡേ ആയിരുന്നു. ന്യൂസിലാൻഡിൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് 23-ാം തീയതി എനിക്കൊരു റിസൾട്ടും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ മാതാവേ ഇത്, 24-ാം തീയതി വരുമായിരിക്കും. 24-ാം തീയതി പകലായിട്ടും വിസ ഒന്നും വന്നില്ല. അപ്പോൾ ഇവളെന്നോട് വന്ന് ചോദിച്ചു, അമ്മ എനിക്ക് ഈ ആഴ്ചയിലും വരത്തില്ലയോ? ഞാൻ പറഞ്ഞു, ഇല്ല വരും. അന്ന് രാത്രി ഞാൻ 12 മണി തൊട്ട് 1:30 വരെ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. വചനിപ്പ് പെരുന്നാളിൻ്റെ അന്ന് മാതാവിൻ്റെ വചനിപ്പ് നടന്ന സമയമാണ്. രാത്രി 12 എനിക്കെൻ്റെ പള്ളിയിൽ നിന്നുള്ളൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇട്ട് ഞാൻ അത് വെച്ച് അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടത്. അങ്ങനെ ആ 12 തൊട്ട് 1:30 വരെ ഇരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് തരുമെന്നറിയാം, മാതാവ് നീ താമസിച്ചാലും എൻ്റെ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് നോക്കി നിൽക്കാൻ സമയമില്ല, എനിക്കിപ്പോൾ ജോലി അത്യാവശ്യമാണ്. കാരണം അതുപോലെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് കിട്ടിയേ പറ്റൂ. മാതാവേ നാളെ രാവിലെ ആകുമ്പോൾ എനിക്കൊരു സന്തോഷ വർത്തമാനം നീ തരണം, അത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 1:30 ആയപ്പോൾ ഞാൻ പോയി കടന്നു. 3:15 എൻ്റെ മോക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. 3:15 അവിടെ ഫോണിൽ മെസ്സേജ് വന്നു, വിസ റെഡി ആയിരിക്കുന്നു, വിസയുടെ മെയിൽ വന്നു, വിസ അടിച്ചു വന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. അങ്ങനെ ഒരു അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിനെ നടത്തി. അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഈ ഉടമ്പടിയിലിരുന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ആ ഉടമ്പടി തൈലം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തോ ഒരു വേദന വന്നാലും എനിക്കായാലും പിള്ളേർക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ആ തൈലം ഉടനെ ഞാൻ വിശ്വാസ
പ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കിനും അത് ആ വേദന മാറും. എനിക്കറിയില്ല, അന്ന് തൊട്ട് ഞാൻ അതിലാണ് ജീവിക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ദൂരെ യാത്ര, അവനിങ്ങനെ ടൂറൊക്കെ പോകാറുണ്ട്. ഒരു പ്രാവശ്യം അവന് മൂന്നാറിന് പോയി. അപ്പം ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിച്ച കൊന്ത, ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല, പക്ഷേ ഞാൻ ആ കൊന്ത എടുത്ത് ആ ബൈക്കിൽ കെട്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഇവനെ ആ വണ്ടിയിലെല്ലാം കൊണ്ട് ആ തൈലവും പുരട്ടി. എന്തോ എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. പുരട്ടി ഞാൻ അവനെ വിട്ടു. പക്ഷേ അവൻ തിരിച്ച് വന്ന വഴിക്ക് മൂന്നാറിൽ വെച്ച് അവൻ ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ ഒരു കയ്യിൽ ഒരു ചെറിയൊരു മുറിവല്ലാതെ, അവൻ്റെ ദേഹത്തൊരു ഒടുവോ ചതവോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവ് അവനെ കാത്തു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് അവനെ കാത്തതെന്ന്. എൻ്റെ മോൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടി വന്ന് എന്നോട് പറയും, അമ്മേ എനിക്ക് എണ്ണ പുരട്ടിത്താ, തൈലം പുരട്ടിത്താ എന്ന് പറയാറുണ്ട്. അത് അവരെല്ലാവരും അവനാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ സാമ്പത്തികമില്ല. ഞാൻ തയ്ച്ചാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഓട്ടോയാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മെൻ്റൽ പേഷ്യൻ്റ്, ആരുമില്ലാത്ത മെൻ്റൽ പേഷ്യൻറ്റിനെ നോക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുക്ക് വസ്ത്രം തയ്ക്കാൻ വരുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ ഇതിൻ്റെ തയ്യലിൻ്റെ കൂലി കുറച്ച് കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി. പിന്നെ ആത്മീയമായിട്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. ഞാൻ ആത്മീയമായിട്ട് എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചതാണ് ഈ ഉടമ്പടിക്കാലം. കാരണം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന 3 ദിവസം പ്രാർത്ഥിച്ചാൽ 4ാമത്തെ ദിവസം പ്രാർത്ഥന മുടങ്ങും. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് അന്നും തൊട്ട് ഇന്ന് വരെ, ഇന്ന് രാവിലെ കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ രാവിലത്തെയും വൈകിട്ടേയും പ്രാർത്ഥന മുടങ്ങിയിട്ടേ ഇല്ല. കുർബാന അനുഭവം, കുർബാന മറ്റേ ഞങ്ങൾ ജ്ഞാനക്കാരായതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയേ ഉള്ളൂ കുർബാന. ഇട ദിവസങ്ങളിൽ പിന്നെ വിശേഷ ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുർബാനയിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോകത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ എത്ര കാര്യം വന്നാലും കുർബാന മുടക്കാറില്ല. പിന്നെ പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലെ കടകളിലെ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. തയ്ക്കാൻ എൻ്റെ അടുക്ക് ഒത്തിരി പേര് വരും. പക്ഷേ അവർക്കാർക്കും ഞാൻ വീടുകളിൽ വരുന്നവർക്ക് കൊടുക്കില്ല. വെളിയിൽ ഇറങ്ങിപ്പോയി പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. ചിലർ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. മാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സാൻഡ്ര സണ്ണി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് OET സാക്ഷ്യമാണ് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഒരു വട്ടം ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ OET എക്സാം എഴുതിയത്. പക്ഷേ ആ എക്സാമിൽ ഞാൻ പാസ്സായില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ OET എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ആ എക്സാമിനോട് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. ഞാൻ കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയൊക്കെയാണ് ചെയ്തത്. ഞാൻ ഒന്നും തന്നെ പഠിക്കാതാണ് പോയി എക്സാം എഴുതിയത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ വിസിറ്റിംഗ് വിസയിൽ എല്ലാം പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഞാൻ ഏപ്രിൽ 1 ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകൂടി നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോസ്. തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. 2019 മാർച്ച് 27-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട്ടിലെ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു ഉടമ്പടി പ്രാർത്ഥന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാതും നമുക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞതിന് ഫലം ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ മകൾക്ക് കിട്ടിയ സാക്ഷ്യമാണ് പ്രത്യേകമായി പറയുന്നത്. അവൾക്ക് കേട്ടിട്ട് പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അവൾക്ക് കേട്ടിട്ട് ആദ്യ തവണ തന്നെ 1ഉം 2ഉം കിട്ടി പാസ്സായി. അതിനുശേഷം പിന്നീട് അവൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റിൻ്റെ പരീക്ഷ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. 5 ഒരാൾക്ക് ഒരു ഒഴിവുണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മാതാവ് അവൾക്ക് നൽകി അവൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ജോലിയിലേക്ക് അവൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് മകൾ തന്നെ പറയും, അവൾക്ക് കൊടുക്കാം. എൻ്റെ പേര് നിത. ഞാൻ ആങ്ങണ്ടൂർ ഇടവകയിലാണ് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ആങ്ങണ്ടൂർ ഇടവകയിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ കുറേ ജോലികൾ ഞാൻ നോക്കി. എനിക്ക് കുറച്ച് മെഡിക്കൽ ഫീൽഡ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അത് നോക്കി, പക്ഷേ അതൊന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ എല്ലാ വിഷമങ്ങളും നമ്മളെ അമ്മമാരുടെ അടുത്ത് പറയണ പോലെ ഞാനും അമ്മയുടെ അടുത്ത് പറയും. അപ്പോൾ അമ്മ പറയും, നീ പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് തരണ തൈലം അത് തരായിരുന്നു. അങ്ങനെ ഒരു ചാൻസ് മാത്രമാണ്, ലാസ്റ്റത്തെ ഒരു ചാൻസാണ് എനിക്ക് എയ്ഡഡിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് ബാക്കി പ്രൈവറ്റ് കോളേജുകളുണ്ട് തൊട്ടടുത്ത് തന്നെ, പക്ഷേ അവിടെയൊക്കെ
സെമിസ്റ്ററിന് ഫീസ് കൊടുത്ത് പഠിക്കണം. അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഒരു വേക്കൻസി എനിക്ക് ലാസ്റ്റ് മാതാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേക്കൻസിയിലാണ് ഞാൻ കയറിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കേട്ടിട്ട് ഞാൻ കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് മക്കളും ഉണ്ട് എനിക്ക് 2 പേര്. അവരെ പഠിക്കാൻ വിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ എൻ്റെ പഠിക്കലും കൂടി തുടങ്ങിയത്. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ അപ്പച്ചനും വയ്യാണ്ടായി, അങ്ങനെ മരണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ടിട്ട് പാസ്സാവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേട്ടിട്ട് 1ഉം 2ഉം എനിക്ക് എഴുതാൻ പറ്റിയിരുന്നു. 1 എനിക്ക് ഒരിക്കലും ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരിക്കലും കേട്ടിട്ട് 1 കിട്ടില്ല എന്ന് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജയിക്കില്ല, അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും ഞാൻ എഴുതണേ മുന്നേ എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കണ കാശി രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ മാതാവേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ജനുവരിയിലാണ് റിസൾട്ട് വന്നത്. അന്ന് കേട്ടിട്ട് 1ഉം 2ഉം ഞാൻ സെപ്പറേറ്റ് തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റത്തെ കൊല്ലം ഞാനിപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് 2ാമത്തെ കൊല്ലമാണ് എനിക്ക് ആങ്ങണ്ടൂർ പള്ളിയിൽ എനിക്ക് വേക്കൻസി കിട്ടിയത്. അപ്പോൾ ഒരു കൊല്ലം ഞാൻ വെറുതെ ഇരിക്കേണ്ട വരുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് കൈവിട്ടില്ല. ഞാൻ 1 വർഷം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്തു. കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതി, കോർപ്പറേറ്റിൻ്റെ പരീക്ഷ ചെയ്ത പലതരം തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ടെൻഷനിരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും കരഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ 6 പേരുണ്ടായിരുന്നു. അതിൽ 5 പേരും പാസ്സായി. ഏജ് ഓവർ ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അതേപോലെ ഇടവകയിൽ ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും കിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, പരീക്ഷയിൽ മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഇനി എന്നെ മാതാവ് ഇനി എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കരുത്, എനിക്ക് ആദ്യത്തെ ഇതിൽ തന്നെ ജോലി തന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ജൂൺ 13-ാം തീയതി എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്കൂൾ കിട്ടി. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് അമ്മ ആണ് പത്രം തന്നിരുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അവിടെ നിന്നും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഈ പത്രം ഉണ്ടാവും. അപ്പോൾ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്നായിരിക്കും മിക്കവരും പറയുക. പക്ഷേ ഞാനിത് നിന്നിട്ട് എൻ്റെ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ചും കൂടി അകലെ കടന്നിട്ട് ഞാൻ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, വെറുതെ നീ കൊടുക്കരുത്, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് നീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അനാഥാലയങ്ങളിൽ പിന്നെ വയോധികർക്ക് എന്നിവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. മാതാവിന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഉപ്പിറ്റ് വേദന ഭയങ്കര ശക്തമായിരുന്നു. 15 മിനിറ്റ് നടന്നിട്ട് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചുമര് പിടിച്ചിട്ട് വേണം കുറച്ച് സമയം നടന്നിട്ട് വേണം സാധാരണ രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ട്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എപ്പോൾ അത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ സാധാരണ പോലെ എണീറ്റ് എത്രയും പെട്ടെന്ന് 15 മിനിറ്റ് നടന്ന് ഞാൻ പള്ളിയിൽ പോയി വരുന്നു. അതുപോലെ ഇയർ ബാലൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡോക്ടറെ കാണിച്ച് മരുന്ന് വെച്ച് പിന്നീട് ഞാൻ കഴിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വെച്ച് എനിക്കൊരു പ്രാവശ്യം അത് വന്നു. മാതാവ് അതോടുകൂടി എനിക്ക് ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റി തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ തരുന്ന പേപ്പറുകൾ അടുത്തും അകലെയും എല്ലായിടത്തും ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ മകളും എൻ്റെ ഭർത്താവും എല്ലാവരും ഒപ്പം അത് കൊടുക്കാനായിട്ട് കൂടെ നിൽക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അപ്പന്മാരുടെ അനാഥാലയം ഉണ്ട്, അവിടെയും ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ അമ്മമാരുടെ അനാഥാലയത്തിലും ഞങ്ങൾ ഫുഡ് കൊടുത്തിരുന്നു. പിന്നെ എല്ലാ മാസവും അവിടേക്ക് ഫുഡ് കൊണ്ടുപോകുമ്പോൾ അതിലൊരു ഭാഗം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രോഗികളായവർക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നിട്ട് ഓപ്പറേഷനൊക്കെ വരുമ്പോൾ നമുക്ക് പൈസയുടെ ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആര് ചോദിച്ചാലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇത്രയും നന്മകൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി. ഞാൻ കോർപ്പറേറ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഈ മുന്നേ എഴുതിയിരുന്ന
ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് എക്സാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് BEd പഠിച്ചിരുന്നവരാ. ഞാൻ DLEd ആയിരുന്നു. അപ്പോൾ അവരുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ സബ്ജക്റ്റിൽ നിന്ന് ഒരു 50 മാർക്കിന് വരുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് എനിക്ക് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സയൻസ്, സോഷ്യൽ, EVS, ഇംഗ്ലീഷ് അങ്ങനത്തെയുള്ള സബ്ജക്റ്റിൽ നിന്നായിരിക്കും എനിക്ക് വരാമെന്നാണ്. ഞാനപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പഠിച്ചിരുന്നത്. ലാസ്റ്റ് പരീക്ഷാ ഹോളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു സൈക്കോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിരുന്നു. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ട് കഴിഞ്ഞ പിന്നെ അത് അടച്ചു വെച്ചതാണ്. പിന്നെ ഞാനത് തുറന്നിട്ടില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ബുക്ക് തുറക്കാണ്ടാണ് എക്സാമിന് പോകുന്നത്. ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒന്നും എഴുതാൻ കിട്ടണില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെ അറിയാം, പക്ഷെ അത് അതിലേക്ക് എഴുതാൻ പറ്റണില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു തുടങ്ങി. എനിക്ക് എഴുതാൻ കിട്ടും, പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് എഴുതാനായിട്ട് പറ്റണില്ല. കാരണം ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പ് അതിലുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ കഴുത്തിൽ കിടക്കണ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, ഈശോയെ എന്നെ ജയിപ്പിക്കണേ, എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇതിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടും തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴെന്നെ മാതാവ് അനുഗ്രഹിച്ചു. എനിക്ക് അതിൽ പകുതി മാർക്ക് തന്നെ എനിക്ക് വാങ്ങി തന്നു. ജയിക്കാനുള്ള മാർക്കിനെക്കാട്ടും കൂടുതൽ മാർക്ക് എനിക്ക് ആ വിഷയത്തിലും ഉണ്ടായിരുന്നു. ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ എൻ്റെ ഭർത്താവിനായാലും മക്കൾക്കായാലും തന്നിട്ടുണ്ട്. അതിനൊരു 1000 നന്ദി പറയുന്നു.